الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ ശരിയായ പാതയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മതപരമായി ആരാധനയിൽ ഔത്സുഖ്യം ലഭിക്കുന്നില്ല, ആരാധനയ്ക്കുള്ള അവസരങ്ങൾ ഒത്തിണങ്ങി വരുന്നില്ല, ദീനിന്റെ കാര്യത്തിലൊരു വളർച്ചയുണ്ടാകുന്നില്ല, മാനസികമായി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നില്ല. കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ എന്തോ ആ കുടുംബത്തിന് ഇത്രയധികം അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അതുകൊണ്ട് ലഭിക്കേണ്ട ഒരു സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുന്നില്ല. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ നിരവധി പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ധാരാളമാണിന്ന്. എല്ലാ രംഗത്തും പ്രശ്നങ്ങളില്ലെങ്കിലും ചില മേഖലകളിലെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ആളുകളും ഇന്ന് വളരെ വിരളമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾക്കുള്ള കാരണം എന്ന് തേടി അലയുകയാണ് പലപ്പോഴും ആളുകൾ. ഭൗതികമായ നമ്മുടെ ശ്രദ്ധക്കുറവുകൾ ഒരു കാരണമായേക്കാം. മതപരമായിട്ട് എന്താണ്, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്ന ഒരു കാര്യം ആണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മുസീബത്ത്, പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓതി കേൾപ്പിച്ചതുപോലെ വലനബ്ലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കാം. അത്തരം പരീക്ഷിക്കപ്പെട്ടവരാണ് ലോകത്ത് പ്രവാചകന്മാർ. ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അഷദ്ദുൽ ബല, ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അൽ അംബിയ, പ്രവാചകന്മാരാണ്. തുമ്മൽ സാലിഹൂൻ,
സുമ്മൽ അംസൽ ഫൽ അംസൽ ഫൽ അംസൽ. പിന്നെ സ്വാലിഹീങ്ങളാണ്, പിന്നീട് അതുപോലെ ജീവിച്ചവർ, അതുപോലെ ജീവിച്ചവർ, അതുപോലെ ജീവിച്ചവർ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സബർ കാണിക്കാനും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും, നമ്മുടെ ദറജകൾ ഉയർത്തപ്പെടാനും, നമ്മൾ കൂടുതൽ ഖൈറാത്തുകളിലേക്ക് തിരിയാനും വേണ്ടി നമ്മുടെ മുറാദുകൾ ഹാസിലാക്കാതെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ നൽകി വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ ബാധിപ്പിച്ച് നമ്മളെ പരീക്ഷിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മുടെ ജീവിതത്തിലെ അബദ്ധങ്ങളും കാരണത്താലാണ് എന്നതാണ് ഇസ്ലാമിക പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ അത് അയാൾക്ക് ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്നത് വിശാലമായി വിശദമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പ്രകൃതിയിൽ പോലും അതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ മാനസികമായ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾക്കുള്ള കാരണം അയാളുടെ ആരാധനാ സംബന്ധമായ, അയാളുടെ ഉപജീവന സംബന്ധമായ, അയാളുടെ ശാരീരിക സംബന്ധമായ, കുടുംബപരമായ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധികളെ വിളിച്ചു വരുത്തുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ നമ്മുടെ അശ്രദ്ധ, ദീനിലെ നമ്മുടെ കുറവ്, ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ പ്രവാചകൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നാണോ നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നത് ആ വിലക്കിയ കാര്യങ്ങളെ നിങ്ങൾ മാറ്റിവെക്കണം എന്നതാണ്. എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യവും സന്തോഷവും നമുക്ക് വാങ്ങിച്ചു തരുന്നതാണ് റസൂലുള്ള കൊണ്ടുവന്നതിനെ നമ്മൾ സ്വീകരിക്കുക എന്നത്. ആ സആദത്തും ആ സന്തോഷവും ആ സമാധാനവും ഇരുലോകത്തും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ എതിർത്തുകൊണ്ട്, തഖ്വയെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തിന്മയുടെ മാർഗത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ വലിയ ദുരന്തം അള്ളാന്റെ പക്കൽ നിന്നുള്ള ശിക്ഷകൾ വരും എന്നുള്ളതാണ്. ആ ശിക്ഷകളുടെ ഭാഗമായിട്ട് നമ്മൾ മടങ്ങാനും നമ്മൾ തൗബ ചെയ്യാനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നമുക്ക് ഇട്ടുതരും. അതുകൊണ്ട് നാം രണ്ട് കാര്യങ്ങളെ ഉറപ്പിക്കണം. അതായത് നമ്മൾ ഹഖിലായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മുസീബത്തുകളാണ്. എന്നാൽ നമ്മൾ തിന്മയിലായിക്കൊണ്ട് നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് നമ്മുടെ തിന്മകളുടെ ആസാറുകളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഇരുണ്ടതാക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നന്മകൾ ഒരാളുടെ മുഖത്തിന് പ്രസന്നതയും ഹൃദയത്തിന് പ്രകാശവും ഉപജീവനത്തിന് വിശാലതയും കൊണ്ടുവരും. ശരീരത്തിന് കരുത്തുണ്ടാകും. ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനവും അംഗീകാരവും ഇഷ്ടവുമൊക്കെ ഉണ്ടാകും. എന്നാൽ സയ്യിഅത്ത് എന്ന് പറയുന്നത് മുഖത്ത് ഇരുട്ടും ഹൃദയത്തിനകത്ത് പ്രയാസവും പ്രതിസന്ധിയും ശരീരത്തിൽ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളും റിസ്ഖിൽ കുറവും ആളുകൾക്കിടയിൽ ശത്രുതയും ഉണ്ടാക്കുമെന്നതാണ് പാപത്തിന്റെ ദുരന്തമായിട്ട് സ്വഹാബത്ത് നമ്മളോട് പറയുന്നത്. ഇജ്ജത്തിന് പകരം നമുക്ക് ദില്ലത്തായിരിക്കും പാപങ്ങൾ ഉണ്ടാക്കിത്തരിക. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഇജ്ജത്തുണ്ടാക്കുമെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നിന്ദയായിരിക്കും നമ്മിലേക്കുണ്ടാവുക എന്നുള്ളത് പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആനും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള, അതുപോലെ തന്നെ സഹാബത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ ഉദ്ധരിച്ച ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ഹൃദയം മരിച്ചു പോകുമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. നിനക്ക് നിന്റെ പാപങ്ങൾ കാരണത്താൽ നിനക്കതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾപ്പെട്ട ഒന്ന്, നിന്റെ ഹൃദയം മരിച്ചു പോകും, നിനക്ക് ദില്ലത്തുണ്ടാകും, നിന്റെ സമാധാനവും സ്വസ്ഥതയും അത് കാരണത്താൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിന്റെ സമാധാനം, അതിന്റെ പ്രകാശം, അതിന്റെ ആ ഒരു പ്രോജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥ, ഇതിനെ കെടുത്തിക്കളയാൻ പാപങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഹൃദയം സീലുവെക്കപ്പെടും. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅ,
ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ ഹൃദയം പാടെ കറുത്തുപോകുമെന്ന് അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ കറപുരണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നന്മകൾ കേൾക്കാൻ മനസ്സ് പാകപ്പെടാത്ത, കേട്ടാലും യാതൊരുവിധ ഇടർച്ചയോ യാതൊരുവിധ മാറ്റങ്ങളോ ഇല്ലാത്ത, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്ന സാഹചര്യത്തിലേക്ക് മനസ്സ് കടുത്തുപോകുന്നത് പാപങ്ങൾ കാരണത്താലാണ്. മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹ് ഇട്ടുതന്ന ഒരു കാര്യമാണ് ലജ്ജ. അല്ലേ? ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികളൊക്കെ കളിയാക്കുമ്പോൾ അവരൊക്കെ റൂമിലേക്ക് ഓടും. ചെറുപ്പത്തിൽ ജനറ്റിക്കലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതന്ന ഒരു കാര്യമാണ് ലജ്ജ. ഈ ലജ്ജ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, ഹൃദയത്തിൽ നിന്ന് ലജ്ജ എടുക്കപ്പെട്ടാൽ പിന്നെ ഏതും ചെയ്യാൻ മനുഷ്യൻ അവന്റെ മനസ്സ് പാകപ്പെടുമെന്നാണ് പറയുന്നത്. സദാസമയം എപ്പോഴും ഒരു ഭീതി, എന്തോ ഒരു പേടി, മുന്നിലൊരു ശത്രുവിനെ പോലെ, എന്തോ ഒരു വിപത്ത് വരാനിരിക്കുന്നത് പോലെ, ഒരു സ്വസ്ഥതയില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതം. അങ്ങനെ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വന്തം ജീവിതത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴും ഒരു ഭീതിതമായിട്ടുള്ള ഒരു മനസ്സ്, എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന മനസ്സ്, നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സ്, എപ്പോഴും ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു മനസ്സ്, ഒരു കുടുസ്സമായ ഒരു മനസ്സ്, വല്ലാത്ത ഒന്നും അങ്ങോട്ട് ഏശാത്ത തരത്തിലുള്ള ഒരു മനസ്സ്. പിന്നെ ഒന്നുമല്ല എന്ന ഒരു സ്വന്തത്തെ പറ്റ ചെറുതാക്കി കാണുന്ന, ഒരു ബലമില്ലാത്ത, ഒരു ദുർബലനായ ഒരു അവസ്ഥ. ഒരു ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ബലം, ആ ബലം നഷ്ടപ്പെട്ടു പോയി അവന്റെ ഉള്ളിൽ അവൻ തന്നെ ചെറുതായി പോകുന്നൊരു സാഹചര്യം. മനസ്സ് മലീമസമാവുകയും അത് ചെറുതായി പോവുകയും ചെയ്യുന്ന, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നിസാരനായിട്ട് നമ്മൾ തന്നെ മാറുന്നൊരു സാഹചര്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു, അവൻ അധപ്പതിച്ചു. മനസ്സിനെ വിശുദ്ധിപ്പെടുത്തിയവൻ, അതിനെ ശുദ്ധീകരിച്ചവൻ, അതിൽ തഖ്വയും വറഉം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും ഖുശൂഉം സൂക്ഷ്മതയും കൊണ്ടുവന്നവൻ, അവൻ വിജയം വരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹൃദയത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. ബാത്തിലായ കാര്യങ്ങൾ ഹക്കാണെന്ന് ഹൃദയം വായിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതിലൊന്നും തെറ്റില്ല, എന്റെ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്, അതുകൊണ്ട് അതൊന്നും ഒരു തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം, ഹക്കിനെ ബാത്തിലായിട്ടും ബാത്തിലിനെ ഹക്കായിട്ടും കാണുന്നൊരവസ്ഥയിലേക്ക് മനസ്സ് മാറും. എന്താപ്പ പലിശ വാങ്ങിയാൽ, എന്താപ്പ പ്രേമിച്ചാൽ, എന്താപ്പ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ, എന്താപ്പ സിനിമയും കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടാൽ കുഴപ്പം. മനസ്സിന് ഹക്കും ബാത്തിനും തിരിയാത്തൊരു സാഹചര്യത്തിലേക്ക് മനസ്സ് ദുർബലമായി പോകുമെന്ന് ഈ പാപത്തിന്റെ ദുരന്തമായിട്ട് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം. ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വിശാലത കൊടുക്കും. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ഉദ്ദേശിച്ചെങ്കിൽ അവന്റെ ഹൃദയം കുടുസമായി പോക്ക്. അന്നമാ യസ്അദു ഫിസ്സമാ, അവൻ ആകാശത്തുനിന്ന് വീണോനെ പോലെ ആയിരിക്കും. ആകാശത്തുനിന്ന് വീണോനെ ശ്വാസം കിട്ടൂലല്ലോ, വല്ലാത്ത ഞെരുക്കമുണ്ടാകും. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഒരു പാപിയായ മനുഷ്യന്റെ മനസ്സ്. അതായത് എപ്പോഴും ഒരു സംഘർഷഭരിതമായ, ഒരു സ്വസ്ഥതയില്ലാത്ത, ഒരു തവക്കുലില്ലാത്ത, ഒന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത, എന്ത് കേട്ടിട്ടും ഒരു മാറ്റമില്ലാത്ത, എപ്പോഴും ഒരു ഭീതിതമായിട്ടുള്ള സാഹചര്യത്തിൽ മുന്നോട്ടു പോകുന്ന ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ, ഇത് പാപങ്ങൾ വരുത്തിവെക്കുമെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഇതുപോലെ തന്നെ ദീനിയായ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. ദീനിയായിട്ട് പാപങ്ങൾ ദീനിനെ ബാധിക്കുന്നത്, ദീനിൽ വിജ്ഞാനം ഇല്ലാത്തൊരു സാഹചര്യം, പക്ക ജാഹിലായിട്ട്, ഹിർമാനുൽ ഇൽം, അറിവില്ലാത്ത ഒരവസ്ഥ. അതായത് അറിവിന്റെ ഡോറുകൾ കൊട്ടിയടക്കപ്പെടുകയും അജ്ഞതയുടെ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. മഹാനായ ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗുരുവിനോട് പരാതി പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോ ഹിഫ്ള് കുറഞ്ഞു പോകുന്നുണ്ട്. ഫഅർഷദനി ഇലാ തർക്കിൽ മആസി, അപ്പോൾ എന്റെ ഉസ്താദ് എന്നോട് തെറ്റുകൾ ഒഴിവാക്കാൻ പറഞ്ഞു എന്നാണ്. എത്ര പഠിച്ചിട്ടും കയറുന്നില്ല, കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല, എന്തോ പെട്ടെന്ന് മറന്നുപോവുകയാണ്, പഠിച്ചത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു, അതൊന്നും സമയത്തിന് സാഹചര്യത്തിന് കിട്ടുന്നില്ല. ഇതെല്ലാം തിന്മകളുടെ ദുരന്തമായിട്ട് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമ് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇൽമ് നൂറാണ്. ആ നൂറ് ദീനും ഈമാനുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്.
ദീനും ഈമാനുമില്ലാതെ പാപങ്ങളിൽ വിരാജിക്കുന്ന പടച്ചോൻ ഹറാമാക്കിയ കാര്യങ്ങളെ ഒരു പേടിയുമില്ലാതെ ഗൗനിക്കാതെ ചെയ്തു കൂട്ടുന്ന ആളുകളുടെ ഹൃദയം കടുത്തുപോകുമെന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇൽമാകുന്ന നൂറ് കെട്ടുപോകുമെന്നും ദീന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഅസിയത്തിനോട് നമ്മുടെ ഹൃദയം ലയിച്ചു പോകുമ്പോ പിന്നീട് തെറ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഒരു വിശ്വാസി, അത് നമ്മുടെ ദീനിനെ ബാധിക്കുന്ന കാര്യമാണ്, ഒരു വിശ്വാസി തെറ്റുകൾ സംഭവിക്കുന്നതിനെ ഗൗരവത്തിൽ കാണുന്ന ആളാണ്. വീഴാനായ ഒരു മല, അല്ലെ, എന്തേ ഈ മഴക്കാലത്ത് ആളുകളൊക്കെ മലയുടെ താഴെ ഭാഗത്ത് നിന്ന് സേഫായ ഭാഗത്തേക്ക് താമസം മാറ്റിയത്? ഇത് പൊളിഞ്ഞു വീഴുമോ എന്നൊരു പേടി. യഥാർത്ഥത്തിൽ ഏത് തെറ്റുകളും നമ്മെ ഇങ്ങനെ ബാധിക്കുമോ എന്നൊരു പേടി ഒരു വിശ്വാസിക്കുണ്ടാവണം. പക്ഷെ തെറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഭീകരമായ തെറ്റുകൾ പോലും നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി മാറുകയും അത് മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും തെറ്റിനോടുള്ള മുഅ്മിനിന്റെ സമീപനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയും ചെയ്യുമെന്നത് നമ്മുടെ ദീനിനെ ബാധിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം തഹറുമു ത്വാഅ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനോടൊരു ആലസ്യവും വൈമനസ്യവും ഒരു നിരുത്സാഹവുമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ തഖ്തഉ തുറുഖിൽ അഅമാലി സാലിഹ, എല്ലാ അഅമാലു സാലിഹാത്ത് ചെയ്യാനുള്ള വഴികളൊക്കെ മുറിഞ്ഞു പോകും. ഒരുപാട് ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല, നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, അങ്ങനെ ദാനം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളങ്ങനെ ചടച്ചു പോകുന്നൊരവസ്ഥ. അപ്പൊ ദീനിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. അത് നമ്മുടെ പാപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. ഹസനുൽ ബസ്രി റഹ്മഹുള്ളയോട് ഒരു യുവാവ് വന്നിട്ട് പറയുകയുണ്ടായി, എനിക്ക് എന്റെ രാത്രി നിസ്കാരത്തിൽ എനിക്ക് അമാന്തം സംഭവിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, കയ്യത്തുക ഹതോയാക്ക, നിന്റെ പാപങ്ങൾ നിന്നെ കയ്യതക്ക, നിന്നെ പിന്നെ വിലങ്ങിലാക്കിയിരിക്കുന്നു, നിന്നെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിന്റെ പാപങ്ങളാണ് നിന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോ അഅ്മാലു സാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടുകയും അതിന്റെ വഴികളൊക്കെ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളാണ്. ഇതെന്തിനാണ് ഇന്ന് ആളുകൾക്ക് തെറ്റുകൾ വലിയൊരു പ്രശ്നമല്ല, ഏതും ഇന്ന് തെറ്റല്ല. തെറ്റിനൊക്കെ നല്ല ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അതൊക്കെ സ്വന്തം സ്വതന്ത്രമായിട്ട് അതൊക്കെ ഇന്നത്തെ കാലത്ത് ആരാണ് ചെയ്യാത്തത് എന്ന ഡയലോഗുകൾ പറഞ്ഞിട്ട് ജീവിക്കണ്ടേ മരിക്കോളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പലപ്പോഴും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയം ഏറെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ നമുക്ക് ദീനിൽ വലിയ നുക്സാൻ, വലിയ കുറവ്, വലിയ തൗഫീഖില്ലായ്മ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യും തോറും കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള മനസ്സാണ് ഉണ്ടാവുക. നമ്മുടെ വികാരത്തിൽ നമ്മൾ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും തോറും വീണ്ടും വീണ്ടും അത് മനസ്സിന് കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്നും രാത്രിയിൽ കാണുന്ന ചിത്രം എന്നും കാണേണ്ടി വരും. എന്നും ചെയ്യുന്ന പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അത് തെറ്റുകൾ നമ്മുടെ ദീനിലുണ്ടാക്കുന്ന വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅത ബഅദഹ വ ഇന്ന മിൻ സവാബിൽ ഹസന അൽ ഹസനത ബഅദഹ. ഒരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് വീണ്ടും നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത്. അല്ലെ, ഒരു നന്മ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കണോ, സുന്നത്ത് നിസ്കരിച്ചിട്ടേ പോവുള്ളൂ. കാരണം ഒരു നന്മ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നന്മ ചെയ്യാനുള്ള പ്രചോദനം മനസ്സ് തരും. എന്നാൽ ഒരു തെറ്റിന്റെ ശിക്ഷയാണ്, തെറ്റിനുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയും ഉണ്ടാവുക എന്നത്. അവസരവും ഉണ്ടാക്കും, അതുപോലെ തന്നെ അവസ്ഥയും ഉണ്ടാക്കും. ഒരു പ്രയാസവും ഒരു പരിക്കും തടസ്സവുമില്ലാതെ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് തെറ്റിന്റെ പാപമായിട്ട്, അപകടമായിട്ട്, ശിക്ഷയായിട്ട് ഉള്ളതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ആളുകൾ പിന്നെ തെറ്റിനെ നിസാരമായി കാണുന്നൊരു സാഹചര്യം, അന്നൊരു വിഷയമല്ല എന്നൊരു സാഹചര്യം മനസ്സ് അങ്ങനെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റുകളുടെ ഫലമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹിദായത്ത് കിട്ടിയതിനു ശേഷം ദീനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സബബാണ് ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കുക എന്നത്. അതായത് ആളുകൾ പറയും, ഞാൻ ശിർക്കും ഖുറാഫാത്തും അതും ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പറയും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ദീനിന്റെ സംഗതികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ പിന്നീട് ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്?
അയാളുടെ ജീവിതത്തിൽ എവിടെയോ അയാൾക്ക് വേണ്ട സൂക്ഷ്മതയിൽ അയാൾ കുറവ് വരുത്തി എന്നുള്ളതാണ്. അതായത് പള്ളിമിനാരത്തിൽ ബാങ്ക് വിളിച്ച് ആളുകളെ പള്ളിയിലേക്ക് എത്തിച്ച് ആളുകൾക്ക് ഇമാമ് നിൽക്കുന്ന ഒരു ഹാഫിദ്, ആ വീടിന്റെ തൊട്ട് ചാരത്തുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോട് അയാൾക്ക് തോന്നി ഇഷ്ടം കാരണത്താൽ ദീന് തന്നെ നഷ്ടപ്പെട്ടു പോയൊരു ചരിത്രം പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട്. നബിയുടെ കൂടെ സഹാബിയാകാൻ ഭാഗ്യം ലഭിച്ചിട്ട് ആ സഹാബ എന്ന പട്ടികയിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളുകളുടെ ചരിത്രം നമ്മളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറയും ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന. അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങൾ ജാഗ്രത കാണിച്ചോളൂ. നിങ്ങളെ ഫിത്ന ബാധിക്കുന്നതും ഭീകരമായ കുറ്റങ്ങൾ, ശിക്ഷകൾ നിങ്ങളെ ബാധിക്കുന്നതും നിങ്ങൾ ജാഗ്രതയോടുകൂടെ കണ്ടോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ദീൻ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ടാവില്ല. ഒരു ഫ്രണ്ട്ഷിപ്പാണ് പലപ്പോഴും ഇതര മതസ്ഥരായ ആളുകളെ പോലും അവരുമായി ശരീരം പങ്കുവെക്കാൻ പോലും പ്രേരകമായിട്ട് അവസാനം അവരുടെ ദീനും കുടുംബവും മാതാപിതാക്കളും എല്ലാം ഉപേക്ഷിച്ച് അവർ അവരുടെ കൂടെ ഇറങ്ങിപ്പോവാണ്. എന്തേ? കണ്ണിനെ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രണം വന്നില്ല, സംസാരം നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രണം വന്നില്ല, അല്ലെ? അവിടെയാണ് അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ദീനിനെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ മറക്കുന്ന ഖുർആൻ പറഞ്ഞു വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നമ്മൾ നമ്മെ തന്നെ മറക്കുന്ന സാഹചര്യം ഉണ്ടാകും അല്ലാഹുവിനെ മറന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അതുപോലെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. പാപികളെ അല്ലാഹുക്ക് ഇഷ്ടമില്ല എന്നാണ്. പാപികൾ അല്ലാഹുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹ് വസിയത്ത് കൊടുത്തു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാ ഔസാനി റസൂലുള്ളാഹ് എനിക്ക് വസിയത്ത് നൽകി. അതിൽപ്പെട്ട ഒന്ന് ഇയ്യാക വൽ മഅസിയ്യ, നീ തെറ്റുകളെ സൂക്ഷിക്കണം. കാരണം തെറ്റുകളാണ് അല്ലാഹുവിന്റെ കോപം ഇറക്കുന്നത്. അപ്പൊ തെറ്റുകൾ വലിയൊരു അപകടം തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. നമ്മൾ പറഞ്ഞല്ലോ, പരലോകത്ത് ഒരുപാട് നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയായിട്ട് വന്നിട്ട് പാപങ്ങൾ, രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾ, അതായത് അവസരങ്ങൾ കിട്ടുമ്പോൾ ആരും കാണുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ അല്ലാഹ് നിഷിദ്ധമാക്കിയ കടുത്ത തെറ്റുകൾ ചെയ്യുമ്പോൾ അതിലൂടെ തകരുന്നത് എന്താണ്? നമ്മുടെ ഇബാദത്ത് തകർന്നു പോകും. നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചാൽ, അവരെ മാനം നഷ്ടപ്പെടുത്തിയാൽ, അവരെ ശാരീരികമായി ഉപദ്രവിച്ചാൽ പരലോകത്ത് മുഫ്ലിസാണ്. അപ്പൊ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നമ്മുടെ ദീനിനെ സാരമായി ബാധിക്കും, ഈമാൻ ഊരിയെടുക്കും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി അയാൾ വ്യഭിചരിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അയാളുടെ ഈമാൻ അയാളുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെടുകയും അയാളുടെ മുകളിൽ അത് മാറി നിൽക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോഷ്ടിക്കുമ്പോഴും വ്യഭിചരിക്കുമ്പോഴും ഒക്കെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ ഹറാമുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈമാനില്ല, ആ ഹറാമിലായി മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് ആൾക്കാർ പറയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ യാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, യാ റബ്ബി യാ റബ്ബി യാ റബ്ബ്. പക്ഷെ അവൻ തിന്നത് ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്, അവൻ കുടിച്ചത് ഹറാമാണ്, അവൻ ഫുള്ളും ഹറാമിലാണ്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? ആൾക്കാർ പറയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, നിസ്കരിച്ചിട്ട് ഈമാൻ കിട്ടുന്നില്ല, നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവുന്നില്ല. ഇതൊക്കെ എന്താ കാരണം? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എവിടെയെങ്കിലും എതിർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, മലക്കയുടെ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട പര്യാവസാനം പാപികൾക്കുണ്ടാകും. ഇപ്പൊ നമ്മുടെ കൂടെ ആളുകളുണ്ടാകും, ഇപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാകും, കുറച്ചൊക്കെ ഒരു സാമ്പത്തിക ലാഭമുണ്ടാകും. നമ്മുടെ ഫോണിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വളരെ മോശപ്പെട്ടതായിട്ടുള്ള, നമുക്ക് നിഷിദ്ധമായിട്ടുള്ള ഇതര ആളുകളുമായുള്ള, പിന്നെ സ്ത്രീകളുടെ ഡാൻസും ചാട്ടവും കൂത്തും മ്യൂസിക്കും കോമഡിയും, അങ്ങനെ കുറേ സാധനങ്ങൾ, എല്ലാവരും റീൽസിന്റെയും ഷോർട്സിന്റെയും പിന്നാലെ, അതിലൊക്കെ കിട്ടുന്ന സുഖത്തിന്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പരിക്കുകളായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയാൻ. നമ്മുടെ മരണം അത് നമ്മൾ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കാനുള്ള കാര്യമാണ്. അവിടെ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മൂലയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നന്നായി സൂക്ഷിക്കുക. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതും നമ്മുടെ ദീനിനെ ബാധിക്കുന്നതുമായ ഏരിയകളാണ് വിശദമായി നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ എല്ലാ രംഗത്തും ബർക്കത്തിനുള്ള ഒരു നിമിത്തമാണ് തഖ്വ, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാവുക എന്നത്.
ഈ തഖ്വ നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ആളുകളെ കാണുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഭയഭക്തിയല്ല യഥാർത്ഥത്തിലുള്ള ഭയഭക്തി. നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ എങ്ങനെ ഇരിക്കുന്നു, അതാണ് നമ്മുടെ തഖ്വ. അതാണ് രാത്രിയുടെ ഇരുട്ടിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ആ ഒരു തഖ്വ. വ്യഭിചാരത്തിന് കളമൊരുങ്ങിയപ്പോൾ നിനക്ക് അനർഹമായത് നീ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ എണീറ്റോടിയ ആ യുവാവ് കാണിച്ച തഖ്വ. സുന്ദരിയും സുമുഖിയും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ പത്നിയുമായ സുലൈഖ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്ഷണിച്ചപ്പോൾ ഒന്നും ഭയക്കേണ്ടതില്ലാതിരുന്നിട്ടും അദ്ദേഹം കാണിച്ച ആ തഖ്വ. അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ ലൈഫിലെ എല്ലാ ഖൈറാത്തുകൾക്കുമുള്ള കാരണം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടാലോ, അതുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് യജ്അൽ ലഹു മഖ്റജ. അവന്റെ എല്ലാറ്റിനും അല്ലാഹു ഒരു പോംവഴി കാണിക്കും. അവൻ വിചാരിക്കാത്ത വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപജീവനം കൊണ്ടെത്തിക്കും. എന്നാൽ ഇന്നർ റജുല ലയുഹ്റമു റിസ്ഖ ബിദംബി യുസീബഹു. ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അയാൾക്ക് റിസ്ഖ് തടയപ്പെടാൻ കാരണമാകും. അയാളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിഅമത്ത് നീങ്ങിപ്പോകാനും നിഖ്മത്ത് ഇറങ്ങാനും കാരണമാകും. അതാണ് ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് മുസീബത്ത് ബാധിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്ത, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ. ഒരു ബലാവും ഇറങ്ങുന്നില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലല്ലാതെ. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇയ്യാകും വൽ മുഹഖിറാത്തി ദുനൂബ്. തെറ്റിൽ നിസ്സാരമായതിനെ പോലും നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. കാരണം അത് നമ്മുടെ എല്ലാറ്റിനെയും ബാധിക്കും. റിസ്ഖിനെ ബാധിക്കും, ശരീരത്തെ ബാധിക്കും, റഹ്മത്തിനെ ബാധിക്കും, നിഅമത്ത് നീങ്ങാൻ കാരണമാകും, ഹലാലിൽ ആസ്വാദനം നഷ്ടപ്പെട്ടു പോകും, ജീവിതം കുടുസമാകും, കാര്യങ്ങൾ പ്രയാസമാകും, ആളുകൾ നമ്മളെ വെറുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ടാലേ അള്ളാഹു മലക്കിനെ വിളിച്ചിട്ട് ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും ഇന്നയാളെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അള്ളാഹു മലക്ക് ജിബ്രീൽ മറ്റു മലക്കുകൾ എല്ലാവരെയും വിളിച്ചിട്ട് പറയും ഇന്നയാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണം. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹുൽ ഖബൂൽ ഫിൽ അർദ്. പിന്നെ അല്ലാഹു ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യത നൽകുന്നു. എന്നാൽ അല്ലാഹു ഒരാളെ വെറുത്താലോ മലക്കുകളെല്ലാം വെറുക്കും, ജനങ്ങൾ മുഴുവൻ അയാളെ വെറുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയൊരു പരീക്ഷണമാണ് സത്യത്തിൽ ഈ ഹറാമുകൾ കൊണ്ടുള്ള പരീക്ഷണം. നബ്ലൂക്കും ബിശ്ശർരിന, ഷർറ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹറാം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും, അവിഹിതങ്ങൾ കാണാനുള്ള, ചെയ്യാനുള്ള, പറയാനുള്ള, പ്രവർത്തിക്കാനുള്ള, നമുക്ക് വിഹിതമല്ലാത്ത സമ്പത്ത് കൈക്കലാക്കാനുള്ള അവസരങ്ങൾ വന്നെത്തുമ്പോൾ ഈ അവസരം ഒഴിവാക്കിയാൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാവും എന്ന് ചിന്തിക്കാതെ ഈ അവസരം കൊണ്ട് എനിക്ക് എത്ര നഷ്ടമുണ്ടായാലും ശരി, എന്റെ ജീവിതത്തിൽ എനിക്ക് പരിക്കുണ്ടാകരുത് എന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ ഒരുവിധം കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് നീങ്ങിക്കിട്ടും. അപ്പൊ ചില ആൾക്കാർ പറയല്, ഞാനങ്ങനെ നിസ്കരിക്കുന്ന നോമ്പൊരിക്കലും കാര്യങ്ങളും ചെയ്യാറൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉണ്ടായിട്ടില്ല എന്നാ. അവിടെ നമ്മൾ കേൾക്കേണ്ട ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റഅയ്തല്ലാഹ് യുഅതിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസി മാ യുഹിബ്. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അയാൾക്ക് നല്ല മക്കള്, സമ്പത്ത്, ജോലി, കാറ്, വീട്, പ്രശസ്തി, പ്രശംസ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. അല്ലാഹ് അവനെ പടിപടിയായി പിടിക്കാനാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണമൊക്കെ നടക്കുന്നുണ്ട്, നമ്മളൊക്കെ നിസ്കരിക്കുന്നില്ല, നമ്മളൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എവിടെയും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നില്ല, തോന്നിയ ഡ്രസ്സ്, തോന്നിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, പലതും ഫോൺ തുറന്നിട്ട് പലതും കാണുക, ഹറാമായ കോലത്തിൽ അല്ലെ, നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹറാമായ കുറെ സംഗതികൾ, പുരുഷന്മാർ മുടി കറുപ്പിക്കുക, പലപ്പോഴും വിഗ് വെക്കുക, സ്ത്രീകളുടെ മുഖത്തെ രോമങ്ങളൊക്കെ നീക്കി പ്ലക്ക് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ കുറെ സംഗതികൾ കാണിച്ചു കൂട്ടിയിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഹാപ്പിയാണെങ്കിൽ ഫദാലിക മിൻഹു ഇസ്തിദ്റാജ്, അത് പടച്ചവൻ പടിപടിയായി പിടിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ നീ ശരിയായ വഴിയിലാണ് എന്നതല്ല അതിന്റെ അർത്ഥം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അല്ലാഹ് തഖ്വ പാലിച്ചോന് എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞ ഖുർആൻ തന്നെ പറയാണ്, തഖ്വ പാലിക്കാതെ പടച്ചോനെ മറന്ന് ജീവിക്കണോനും ഞാൻ തുറന്നു കൊടുക്കും എല്ലാറ്റിന്റെയും ഡോറ്.
ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ നൽകപ്പെട്ടതിൽ അവൻ സന്തോഷിക്കുമ്പോൾ അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ, പെട്ടെന്ന് അവനെ ഞാൻ അങ്ങോട്ട് പിടിക്കും. സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഹറാമിലേക്ക് പോകാതെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളും ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന റഹ്മത്തുകളും അത് രണ്ടും നമ്മുടെ തെറ്റുകൾ കൊണ്ട് ശിക്ഷയായിട്ട് ലഭിക്കുന്നതല്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. ദുനിയാവിനപ്പുറത്ത് ഭീകരമായിട്ടുള്ള പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നു. അവിടെയും രക്ഷപ്പെടണമെങ്കിൽ ഈ ശുഷ്കമായ കാലത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാം ഒളിച്ചും മറച്ചും ചെയ്യാൻ പറ്റിയ സാഹചര്യമുള്ള തെറ്റുകൾ ഇന്ന് വലിയൊരു പ്രശ്നമല്ലാതായി മാറുന്ന, ശരീരം പങ്കുവച്ചാൽ എന്താ ഇത്ര പ്രശ്നം, സിനിമാ ഫീൽഡല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലാത്തൊരു കാലത്താണെന്ന് പോകുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ മക്കള് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളിൽ തന്നെ പറയുന്നുണ്ടത്ര. ഇപ്പൊ ഒരു മാഷൊരു വീഡിയോ ചെയ്തപ്പോഴാണ് ആൾക്കാര് പാട്ടിന്റെ വരി മനസ്സിലാക്കിയത്. വഴിതെറ്റാനുമുണ്ട് അവകാശം എന്നൊക്കെയാണല്ലേ. പാരന്റ്സിനോട് മാപ്പ്, ഞങ്ങൾ കുറച്ച് കുടിച്ചും രസിച്ചും സുഖിച്ചും ആർമാദിച്ചും വ്യഭിചരിച്ചും ജീവിക്കട്ടെ എന്നാണ് പാട്ടുപാടുന്നതും സിനിമകളും ചിത്രീകരണങ്ങളും ഇന്ന് കുട്ടികളുടെ തലച്ചോറ് കുത്തി നിറക്കാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് നരകത്തിലേക്ക് എറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ, എന്തൊന്നിനെയാണോ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കളവാക്കിയത് അതിലേക്ക് അങ്ങോട്ട് നടക്കി എന്ന് അല്ലാഹു പരലോകത്ത് പറയും. അതുകൊണ്ട് കളവാക്കണ്ട, മറക്കണ്ട, വിസ്മരിക്കണ്ട. ഇതൊക്കെ താൽക്കാലികമായ പളപളപ്പ് മാത്രമാണ്. മടങ്ങണം റബ്ബിലേക്ക് എന്ന ബോധത്തോടുകൂടെ നല്ലവരായി ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും ചൊരിയട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.